ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പി വർഗീസിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള അന്നാമ്മ വർഗീസാണ്. ഇങ്ങനൊരു അഭിമുഖം നൽകിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദേവദാസിയുടെ ജീവിതത്തിൽ ചെറിയ ഒരു വിവരണം, ജനിച്ചു വളർന്ന സ്ഥലവും എവിടെ ജനിച്ചു വളർത്തപ്പെട്ടു, സ്ഥലം ഏതാണ്, ഏത് വർഷം വിവാഹിതയായി, മക്കളുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മളോടിപ്പോൾ പറയുന്നതായിരിക്കും. നമുക്കെല്ലാം നിങ്ങൾ കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ കൂടി കടന്നുപോയ എല്ലാ തുറകളിലും കൂടി ആ മേഖലകളിലെല്ലാം ദൈവം അവരെ നടത്തിയ വിധത്തിൽ ആ വിധങ്ങൾ എത്ര വലിയതാണെന്ന് നാം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുകയും ദൈവനാം മഹത്വപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിമുഖം തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോൺ ഐസക്, മൗണ്ട് ഒലിവ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. മാമ എന്നാണ് ഇവിടെ കടന്നു വന്നത്? സെപ്റ്റംബർ 15-ാം തീയതി. സെപ്റ്റംബർ 15-ാം തീയതി ഡാളസിൽ വന്നു. നേരത്തെ അമേരിക്കയിൽ വന്നിട്ടുണ്ടോ? നേരത്തെ എൻ്റെ മോള് ഡാളസിലുണ്ട്. മോളെ ഡെലിവറി ഉള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് വന്നായിരുന്നു. ഇപ്പോഴും മോളെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ വിസിറ്റിംഗ് ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. ഓക്കെ, ഞങ്ങളെ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാമയുടെ ജന്മസ്ഥലം എവിടെയാണ്? എൻ്റെ ജന്മസ്ഥലം മല്ലപ്പള്ളി, ആനിക്കാട്, നൂറമ്മാവിനടുത്ത് ഓലിക്കൽ എന്ന് പറയും. വീട്ടുപേര് ഓലിക്കൽ. ജനിച്ചു വളർന്ന ബന്ധുക്കോസിലായിരുന്നു? അല്ല, മർത്തോമാ സഭയിൽ നിന്നും വിവാഹം നടന്നത് മർത്തോമയിലായിരുന്നു? ബന്ധുക്കോസിലാണ് വിവാഹം നടന്നത്. എനിക്ക് ഏതാണ്ട് 9 വയസ്സുള്ളപ്പോഴ് എൻ്റെ പിതാവ് ദൈവവചനം വായിച്ച് സത്യമൊന്ന് മനസ്സിലാക്കി. അന്ന് ഇരുന്ന മർത്തോമാ സമുദായത്തിലെ എൻ്റെ പിതാവ് മർത്തോമായിലെ ഒരു അൽമായ ശുശ്രൂഷകനായിട്ട് അച്ഛനില്ലാത്തപ്പം വീടുകളിലും ഒക്കെ യോഗം നടത്തിക്കൊണ്ടിരുന്നു. ഒരിക്കലെ ഉണ്ണിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനൊരു പ്രിയങ്കരനായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ ദൈവവചനം വായിച്ചപ്പം സത്യമൊന്ന് മനസ്സിലാക്കി അപ്പച്ചനെ ഇങ്ങനെ കുടുംബത്തിൽ പറയുകയും അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്നും ഇഷ്ടമില്ലാത്ത അന്തരീക്ഷത്തിലായിരുന്നു. അന്നിരുന്ന ഇടവകയിലുള്ള വികാരികളെ, അതായത് കരിമ്പനാളിലെ അച്ഛനെന്ന് പറയും, ആ അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛാ സ്നാനം സത്യമാണെന്ന് ഇങ്ങനെ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. അന്നേരം അച്ഛൻ പറഞ്ഞു, സ്നാനപ്പെട്ടു, പക്ഷേ ഇടവക വിടരുത്, നമുക്ക് നിങ്ങൾ ഈ സഭയിലെ ആക്റ്റീവ് ഒരു കുടുംബമാണ്, അത് തന്നെയുമല്ല നിൽക്കണമെന്ന്, സ്നാനപ്പെട്ട് വേർപെട്ട് പോകരുതെന്ന്. അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, ഒരിക്കലും ഞാനങ്ങനെ ചെയ്യത്തില്ല, സ്നാനപ്പെട്ടാൽ പിന്നെ അടുത്ത ആഴ്ച മുതൽ ഞാൻ പള്ളിയിൽ വരത്തില്ല, ഞാൻ ദൈവമക്കളുമായി വേർപെട്ട ദൈവമക്കളുമായിട്ടുള്ള ആരാധനയിലേ പങ്കെടുക്കത്തുള്ളൂ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്നാനപ്പെടാത്ത ഒരു അച്ഛൻ എന്നുള്ള കുർബാന സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പെന്തക്കോസ്തിലോട്ട് ആനിക്കാട്ടിലുള്ള IPC സഭയാണ് അന്നിവിടെ ഉള്ളത്. ആ സഭയിലാണ് കൂടി നടന്നത്. 1968 ഞങ്ങളുടെ വിവാഹം നടന്നു. സാധാരണ പെൺകുട്ടികൾക്കൊക്കെ ആ പ്രായത്തിലുണ്ടാകുന്ന പോലെ മറ്റൊരു ഉപദേശിയെ കല്യാണം കഴിക്കാതെ ഒരു ഉദ്യോഗസ്ഥനെയൊക്കെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ ലോകപരമായിട്ടൊക്കെ ഉന്നത നിലയിലൊക്കെ ജീവിക്കണമെന്നൊരാഗ്രഹവും താല്പര്യമൊന്നും ഇല്ലായിരുന്നു? താല്പര്യം അന്ന് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ 17ാമത്തെ വയസ്സിൽ എനിക്കൊരു മഞ്ഞപ്പിത്തം വരുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്കൊരു 14 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ മല്ലപ്പള്ളി എന്ന സ്ഥലം വിട്ടിട്ട് ഞാനും എൻ്റെ പിതാവും മാതാവും, എനിക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരനും ഞങ്ങളുടെ കുടുംബമായിട്ട് ഹൈറേഞ്ചിൽ ഇടുക്കിയിൽ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി താമസിച്ചു. അവിടെ ചെന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മഞ്ഞപ്പിത്തം ഉണ്ടായപ്പോൾ അന്ന് ചികിത്സ ചെയ്യാതെ വേണം എന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ചികിത്സ ചെയ്തിട്ടില്ല. അന്ന് ആ കാലത്ത് ചികിത്സ ചെയ്യാന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയെ പോയി ചികിത്സ ചെയ്യണമെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്. എൻ്റെ ഉപ്പാപ്പനെ പോസ്റ്റ് മാസ്റ്ററായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് എൻ്റെ ഉപ്പാപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. യുവരാജൻ എന്ന് പറയും. മഞ്ഞപ്പിത്തം വന്ന് ഇങ്ങനെ കൂടിക്കിടന്ന അവസരത്തിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. മരിച്ചു പോയാൽ ഞങ്ങളുടെ പേരയ്ക്ക് തീ വെക്കും, എൻ്റെ പിതാവിനെ അടിക്കും, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് താല്പര്യം. എനിക്ക് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം ദൈവഹിതം പോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെന്നുള്ള ഭാഗ്യം, ധൈര്യം എനിക്ക് ദൈവം തന്നു. അന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 35ാമത്തെ ദിവസം കർത്താവ് എനിക്ക് പൂർണ്ണ വിടുതൽ ദൈവം തന്നു, പ്രാർത്ഥന മൂലം. ആ പ്രാർത്ഥന മൂലം ദൈവം തന്നതുകൊണ്ട് എനിക്കൊരു സുവിശേഷപരക്കാരനെ മതിയെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ
ദൈവസന്നിധി തീരുമാനിച്ചു. ഓ, അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഓക്കെ. മക്കൾ എത്ര പേരാ? മക്കൾ 5 പേര്. 5 പേര്. അവരെല്ലാം ഇന്ത്യയിൽ തന്നെ? അവര് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നാലാമത്തെ മോള് മാത്രം ഇവിടെ അമേരിക്കയിലുണ്ട്. രണ്ടാമത്തെ മോന് സൗദിയിലെ കർത്താവിൻ്റെ വേലയും ജോലിയുമായിട്ട് മുൻപോട്ട് പോകുന്നു, തായിഫ് എന്ന് പറയുന്ന സ്ഥലത്ത്. മൂത്ത മകളും കുടുംബവും ബോംബെയിലുണ്ട്. നിങ്ങളൊക്കെ ഈ ദൈവവേലയ്ക്ക് ഇറങ്ങി നേരത്തെ പാസ്റ്റർ പറഞ്ഞ ഈ ഒത്തിരി കഷ്ടവും പ്രയാസവും പട്ടിണിയൊക്കെ കിടന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും അങ്ങനെ ആകരുത്, അവരെ നല്ല നല്ല ജോലിക്ക് വിടണമെന്നൊന്നും അവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. കഷ്ടവും പ്രയാസമൊക്കെ ആയിട്ട് സുവിശേഷവേലയോടുള്ള താല്പര്യം. ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളും നിന്ദകളും ഭാരങ്ങളും ആ കാലങ്ങളിലുള്ളതായ അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുഞ്ഞുങ്ങൾ കണ്ടു വളർന്നത് കൊണ്ട് അവർക്ക് സുവിശേഷ വേലയോട് സഭയുടെ ഒരു ഇടയനായി പോകാനോ ഒരു സുവിശേഷ വേല ചെയ്യണമെന്നുമില്ല. അവർ അധ്വാനിച്ച് ജോലി ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി അവർക്ക് കൊടുക്കണമെന്നുള്ള മനസ്സായിരുന്നു. ആ രീതിയിലായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്തു, നമ്മളെ ദൈവമക്കൾ തരുന്നത് കൊടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ബൈബിൾ എടുക്കാൻ ഞങ്ങളെ കുഷ്ടിയിൽ നിന്നും ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളിലെ ദൈവം ആരെ 2 പേരെ ഇറക്കുന്നെങ്കിൽ 2 പേരെ ഇറക്കട്ടെ. പെൺകുഞ്ഞുങ്ങളെ വിവാഹത്തിന് വേണ്ടി അങ്ങനെ താല്പര്യപ്പെട്ട അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സുവിശേഷ വേലക്കാരുമായിട്ടുള്ള വിവാഹം വേണ്ട മമ്മി, ഞങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കാനാണ്, നിങ്ങൾ വാങ്ങിച്ച് ഞങ്ങളെ വളർത്തിയില്ലോ, ഞങ്ങളിനിയും അത് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം, അതുകൊണ്ട് ആ രീതി അനുസരിച്ച് മതിയെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം സമയമായപ്പോൾ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ആദ്യമൊന്നുമല്ല എൻ്റെ മോനെ സുവിശേഷ വേലയിലോട്ട്, മൂത്ത മോൻ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലോട്ടായിട്ട് ഏകദേശം 4-5 വർഷമേ ആയിട്ടുള്ളൂ. അതുവരെയും അവൻ ഈ ലോകപ്രകാരം ജോലിയും കൂടെ ചെയ്ത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇങ്ങനെ പോന്നു എന്നല്ലാതെ അങ്ങനൊരു ഇതില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 4-5 വർഷം കൊണ്ട് കിട്ടുന്ന സമയങ്ങൾ എവിടെ കിട്ടിയാലും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ വരികയും അവനെ ഇപ്പോൾ അവിടെ തായ്പിലുള്ളതായ ഒരു 10-50 വിശ്വാസികൾ കൂടുന്ന ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് സൗദിയിൽ അനുവാദങ്ങളുള്ളത് പറഞ്ഞ് ചെറുതായിട്ട് റൂമിനകത്ത് കൂട്ടായ്മ മാസത്തിൽ ഒരിക്കൽ അവർ ജിദ്ദയിൽ പോയി ആരാധിക്കും. കുടുംബം അവിടെ വലിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട രഹസ്യമായിട്ടുള്ള കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇളയ മോൻ പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. അത് മാത്രമല്ല അവനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അടൂര് ഒരു സ്വതന്ത്ര സഭയുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു. ഇനി വടക്കേന്ത്യ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പോകാനായിട്ടിരിക്കുക. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പോകും. ഞങ്ങൾ അവിടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം പാഴ്സണേജ് അടച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് അവിടെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള താല്പര്യം പൂർണ്ണ സമയം കർത്താവിൻ്റെ വേല. 3ാമത്തെ മോളെ അടൂര് വിവാഹം കഴിപ്പിച്ചു. സുഖമായിട്ട് തന്നെ 5 കുഞ്ഞുങ്ങളെ ദൈവം തന്നു, 8 കൊച്ചുമക്കളെ ദൈവം തന്നു. എല്ലാവരും സ്നാനപ്പെടാൻ പ്രായമായി 10 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെയും സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളാണ്. കൊച്ചുമക്കൾ സുമനസാലെ സ്നാനപ്പെട്ടു. ജീവിതത്തില് ഈ കർത്താവ് ഈ ദൈവവേലയ്ക്ക് ഇറങ്ങിയതിനു ശേഷം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളൊരു തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തി. ദൈവം ഒന്നിനും പോരാത്തവനല്ല. എന്തെല്ലാം ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ ദൈവം ഇന്ന് വരെ തന്നു. അനേക കഷ്ടങ്ങളും രോഗങ്ങളും ജീവിതത്തിൽ കടന്നുകൂടിയപ്പോഴും പിറുപിറുക്കാതെ വേണം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. മണ്ടത്തരമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിച്ചു. ഞാൻ ഒരു 10 സെന്റ് സ്ഥലത്തിന് വേണ്ടി 5 സെന്റ് സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ഒരു സഹോദരനിൽ കൂടി ദൈവാത്മാവ് സംസാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചായിട്ട് ഇരിക്കുമ്പോൾ 10 സെന്റ് സ്ഥലം വാങ്ങിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. 5 സെന്റ് ആഗ്രഹിച്ചു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. ആ 10 സെന്റ് സ്ഥലം 10 സെന്റ് ഉള്ളത് കൊണ്ട് അത് തന്നെയുമല്ല വേറൊരു വീട് കുഞ്ഞുങ്ങളായപ്പോൾ ഒരു വീടൂടെ വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളത് വിറ്റിട്ട് ഇപ്പോൾ പത്തനാപുരത്ത് 30 സെന്റ് സ്ഥലം വാങ്ങിച്ച് ചെങ്കിലാത്ത് AJ ഹോളിന്റെ അടുത്ത് താമസിക്കുന്നു. ദൈവം തന്നു. തീർച്ചയായിട്ടും ദൈവം ഒന്നിനും പോരാത്തവനല്ല. അങ്ങനെ ചെറുതും വലുതുമായ വിവരിച്ചു പറയാൻ ഒക്കത്തില്ലാത്ത അനേക ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കും ദൈവം അത്ഭുതകരമായ ദൈവം നടത്തി. കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നപ്പോൾ അന്ന് ഒരു ദേവദാസൻ ഒരു ബ്രദറിലെ ഒരു ഉപദേശി
എന്നോടല്ല വേറൊരു സഹോദരിയോട് ചോദിച്ചു. ഞാൻ 4ാമത് പ്രസവിച്ചതും പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ആ ദേവദാസനായ കുഞ്ഞുങ്ങളെ എങ്ങനെ വിവാഹം കഴിപ്പിക്കും, 3 പെൺപിള്ളേരല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനൊരു ഭാരം പോലെ തോന്നി. കർത്താവേ, എൻ്റെ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ, അവർ പെൺകുഞ്ഞുങ്ങളാണ്, അവർ പെട്ടെന്ന് വളരും, അവരെ വിവാഹം കഴിപ്പിക്കണം, അവരെ പഠിപ്പിക്കണം, ഉള്ള വിഷയങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലോ എന്നൊരു അന്ന് ആ ചോദ്യം ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഹൃദയത്തിന് ഭാരം പോലെ തോന്നിയെങ്കിലും ദൈവദാസൻ എന്നെ അന്നേരം ധൈര്യപ്പെടുത്തി. ദൈവമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കോളും, നീ അതിന് ഭാരപ്പെടണ്ട, ദൈവം നമ്മുടെ ഭാരം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അത്ഭുതകരമായ ദൈവം നടത്തി. ദൈവത്തിന് നാനാഭാഗത്ത് ദൈവം നടത്തി. അത് മാത്രമല്ല, വിവാഹം കഴിക്കണമെന്ന് പ്രായമാകുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ ദൈവം തക്ക സമയത്ത് ഒരുക്കി. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും അതൊരു നഷ്ടമല്ല. അല്ല, ഒരിക്കലും നഷ്ടമല്ല. പട്ടിണി കിടക്കുന്ന സമയത്ത് എന്നോട് പലരും, എൻ്റെ കൂട്ടുകാരികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ കൊണ്ട് ഇങ്ങനെ ഒരു സുശേഷക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്, ഇതിനെക്കാട്ടി നല്ലത് വേറൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും പട്ടിണി കിടക്കണ്ടായിരുന്നല്ലോ. ഞാൻ വല്ലാതെ ക്ഷീണിച്ച് കടന്നു ചെല്ലുമ്പോൾ വളരെ ഭാരപ്പെട്ട് ഓരോരുത്തരെന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ദിവസങ്ങളോളം ആഹാരമില്ലാതെ കിടക്കുന്ന സമയത്ത് മാറിയിരുന്ന് കരഞ്ഞിട്ടുള്ളത് കരയും. ദൈവം അതാത് സമയങ്ങളിൽ ദൈവം തരും. തീർച്ചയായിട്ടും 100 മടങ്ങ് ധൈര്യത്തോടെ പറയാം. നാട്ടിലെ സഹോദരിമാരുടെ ഇടയിൽ സിസ്റ്റർ എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? നാട്ടിലെ സഹോദരിമാരുടെ ഇടയിൽ സെക്ഷൻ്റെതായ നിലയിൽ കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കാനും സഹോദരിമാരുടെ ഇടയിൽ അല്പസമയം ദൈവം തന്നാലേ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് സംസാരിക്കാനും വചനം പലപ്പോഴും എടുത്ത് സംസാരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ബൈസ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, എങ്കിലും ദൈവം ഒരു കൃപയ്ക്കനുസരിച്ച് ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ലാളസി വന്ന് ഞാൻ സഹോദരിമാരുടെ ഇടയിൽ ചില ദിവസങ്ങൾ ശുശ്രൂഷിപ്പാൽ ദൈവം എനിക്ക് കൃപ ചെയ്തു. അമ്മമ്മയുടെ അനുഭവ സാക്ഷ്യം കേൾക്കണമെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ്, ഞാൻ അല്പമായി പറയാൻ സമയമില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ ദൈവം എന്നെ പതിവായിട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും രോഗികളോ മറ്റോ ഉപവാസ പ്രാർത്ഥനകളോ ഇല്ലാത്ത സമയം ആ ദിവസങ്ങളിൽ സമയം അറേഞ്ച് ചെയ്ത് സഹോദരിമാരോട് ചേർന്ന് ഞങ്ങൾ ഒത്തൊരുമിച്ച് പൂർണ്ണസമയം കർത്താവിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ജീവിതത്തിൽ? പ്രത്യേകിച്ച് ദൈവം ഇത്രത്തോളം ദൈവം നടത്തി, ദൈവം ഇത്രയും അനുഗ്രഹിക്കുമെന്നോ ദൈവം ഇത്രയും നടത്തുമെന്നോ ഇറങ്ങിയ സമയത്ത് കൊച്ചു പ്രായത്തിൽ അത്രയും ഉള്ള ചിന്തയില്ലെങ്കിൽ തന്നെയും ദൈവം അത്ഭുതകരമായ ദൈവം നടത്തി. ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല പിന്നെ ഇങ്ങനെയൊരു സംസാരിക്കാൻ അതിനൊരു മുഖാന്തരം അതേ ഒരുക്കി തന്ന ദൈവദാസനോട് ഞങ്ങൾ കുടുംബമായി നന്ദിയുള്ളവരാണ്. പ്രത്യേകാല സിസ്റ്റർ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവരുടെ ചർച്ചിൽ ഞങ്ങൾക്ക് 5 വർഷക്കാലം കുഴിക്കാരയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അതുമാത്രമല്ല, ഞങ്ങൾ ആലപ്പുഴയിൽ അവിടെ ഇരിക്കുന്ന സമയത്താണ്, ചാച്ചിപ്പനി ഇരിക്കുന്ന സമയത്താണ് അച്ഛന് പിന്നെ 16 മാസത്തിന് മുമ്പേ ഞാനൊരു ദർശനം കാണാനിടയായത് ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛനെ ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 2 വിറകെടുക്കാനായിട്ട് ആ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷി അവിടെ നിന്ന് ഓടി പാഴ്സനേജിലോട്ട് കയറി വന്നു. ഉടനെ ഞാൻ പറഞ്ഞ അടച്ച ഇന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ആണ്ടൊരു പക്ഷി വരുന്ന അതിനെ അടിച്ചു കൊല്ലേ. കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയാ. അത് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനിത് ഒരാളിനോട് പറഞ്ഞപ്പം ആ സഹോദരി എന്നോട് പറഞ്ഞു, അമ്മാമേ അത് ദേശീയ പക്ഷി മയില. ഞാൻ പറഞ്ഞപ്പോൾ ദേശീയ പക്ഷി ദേശത്തോടുള്ള പോരായിരുന്നു അത്. അന്ന് ഞാൻ 6 മാസത്തിന് മുമ്പേ കണ്ട് ഞാൻ പല സഹോദരിമാരോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചാനെ ഞാൻ അന്നേരം കാണുന്നു, അച്ചാൻ വീണ് ഒരു കാല് കാണുന്നില്ല, തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, തല ഉയർത്തി ഇങ്ങനെ വീണ് 6 മാസത്തിന് മുമ്പേ കണ്ടു. ഞാനും എൻ്റെ മോനും എൻ്റെ ഇളയ മോനും കൂടെ, ഞാൻ മുന്നേ വരുന്നു, മോനെ പുറകെ വരുന്നു. ഞാൻ പറഞ്ഞു, മോനെ ഓടി വാടാ, പപ്പ ആണടാ ഇവിടെ വീണ് ഇവിടെ കിടക്കുന്നെന്ന്
പറഞ്ഞു. അവൻ ഓടി വന്നു, പിടിച്ചു പൊക്കി. അപ്പം കാല് പൊങ്ങുന്നില്ല മേളിലോട്ട്, കാലങ്ങ് ഒടിഞ്ഞ പോലെ കിടക്കുന്നു. ഞാനിങ്ങനെ കണ്ട്, ഞാൻ ഓർത്ത് എന്താ കർത്താവ് ഇങ്ങനെ കണ്ടത്, ഏതോ പ്രയാസങ്ങൾ വരാനാണല്ലോ. ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് അത്രയും പിന്നെ പ്രാധാന്യം കൊടുത്തു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് അച്ഛന് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ കാല് തന്നെ, വലത്തുകാല് ഉപ്പുകുറ്റി തീരെ പോയി കാണാനിടയായി. ദൈവം വിടുവിച്ചു. വിടുവിച്ചു. ഞാൻ ആ സംഭവം അറിഞ്ഞപ്പോഴേ ഓരോരുത്തർ ചോദിച്ചു, ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയാലും വിസിറ്റിങ്ങിന് പോവുകയും ഞങ്ങൾ ഒന്നിച്ചാ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അന്ന് ഇല്ലാതെ ഇരുന്നത് തന്നെ ഒരു പക്ഷെങ്കിൽ ദൈവം എന്നെ മുന്നമേ മാറ്റിയതായിരിക്കാം. കാരണം അല്ലെങ്കിൽ ആ ആക്സിഡന്റിന്റെ സമയത്ത് ഞാൻ വീണ് തെറിക്കും. അവിടെ അത് തന്നെ വല്ല ഭയങ്കര ഒരു കലുങ്ക് കെട്ട് അവിടെ ഉണ്ട്. ആ വളവിന് ചാച്ചിപ്പിന്നെ ഇങ്ങോട്ട് വരുന്ന ആ വളവിന്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ എൻ്റെ തലയെന്ന് അവിടെ അടിക്കുന്നത്, അല്ലെ ഞാൻ താഴെ ഒരു കുഴിയിലോട്ടാണ് പോകുന്നത്. അപ്പം ദൈവം എന്നെ അവിടെ അതിന് മുമ്പേ മാറ്റിയതാണ്. ഞാൻ അച്ഛൻ തന്നെ അന്ന് പോയത്. അപ്പം വേറെ ഒന്നിച്ച് എല്ലായിടത്തും അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ പോയില്ല. കാരണം ഞാൻ WMCക്ക് ഇതുപോലെ സഹോദരിമാരും ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ നേരത്തെ കൂടി. അപ്പോൾ സഹായവും വിദ്യാഭ്യാസ സഹായവും ഞങ്ങൾ ഓരോ കവറിനകത്തിട്ട് വെവ്വേറെ തിരിച്ച് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോയത്. മനസ്സിലായി? അങ്ങനെ പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ഇല്ല, അച്ഛൻ തന്നെ അങ്ങ് വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ദൈവാത്മാവ് കാണിച്ചത് കൊണ്ട്, ആത്മാർത്ഥമായി വേണ്ട പോലെ പ്രാർത്ഥിച്ചില്ലെങ്കിലും അല്പമായി പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. എന്നിട്ട് വേറെ ഒരു ദൈവദാസൻ ചോദിച്ചു, ഞാൻ ഭൂമിയിലുണ്ടോ എന്ന്. കാരണം ഞങ്ങൾ ഒന്നിച്ചു പോകുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എൻ്റെ അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും പ്രയാസം വന്നോന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. കാരണം പാസ്റ്റർ ഉണ്ടെങ്കിൽ പാസ്റ്റർ ശുശ്രൂഷിക്കാൻ ഞാനില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ദൈവം അത് ദോഷമായിട്ടല്ലേ ചെയ്തു, ദൈവം കണ്ടു, നന്മയ്ക്കായി ചെയ്തു. അങ്ങനെ കഷ്ടങ്ങളിൽ കൂടെ പോയപ്പോഴും ദൈവം അത്ഭുതകരമായി ദൈവം വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഇന്നും ആ കാലുകൊണ്ട് നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു, സ്നാനപ്പെടുത്തി തിരുവത്താഴം നടത്തുന്നു, എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. അപ്പം ദൈവത്തെ കണ്ടിറങ്ങിയ കൊണ്ട് നന്മയല്ലാതെ ഒന്നുമില്ല, ഒരു തിന്മയും പറയാനില്ല. ദൈവയാതൊന്നും നമുക്ക് തിന്മയ്ക്കായി ചെയ്യുകയില്ല. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ മാനുഷിക രീതിയിൽ നമ്മൾ ചിന്തിക്കുമെന്നാലും അതിന്റെ അന്ത്യം സന്തോഷമായിട്ട് ദൈവം ഇത്രയും നാള് നടത്തി. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി മൗണ്ട് ഒലിവ് മിനിസ്ട്രിയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും ഞങ്ങളുടെ അധികമായ സ്നേഹവും നേർന്നുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.